ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കല്ലണൈ ഡാമിലാണ്. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് CE 2-ാം നൂറ്റാണ്ടിൽ ചോള രാജാവായിരുന്ന കരികാല ചോളന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ഡാം 19-ാം നൂറ്റാണ്ടിൽ പുനരുദ്ധരിച്ച് ഗ്രാൻഡ് അണക്കെട്ടെന്ന് പേര് നൽകി. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആർതർ തോമസ് കോട്ടനാണ് ഇതിന്റെ പുനരുദ്ധാരണം നടത്തിയത്. തമിഴ്നാട്ടിലെ പ്രധാന ജലസേചന പദ്ധതിയായി ഇന്നും തുടരുന്ന ഈ അത്ഭുത ഡാമിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും സമ്പത്തിലും മനുഷ്യവിഭവശേഷിയും കൊണ്ട് സമ്പന്നമായിരുന്ന കലികാലന്റെ ചോള സാമ്രാജ്യത്തിന് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ കാവേരി നദിക്ക് കുറുകെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാവേരിയുടെ അഴിപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെ ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വേണ്ടിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണത്തിനായി കൂടുതലായി കല്ല് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കല്ലണൈ എന്ന പേര് വന്നു. ഒരേ സമയം വെള്ളപ്പൊക്കവും ജലസേചനവും ഈ ഡാമിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇതായിരിക്കാം. പുരാതനമായ ഈ ഡാമിന് 329 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുണ്ട്. കൽപ്പണിക്കാർ, വാസ്തുവിദ്യാ വിദഗ്ധർ, എഞ്ചിനീയർമാർ, ആനകളെയും കാളകളെയും നിയന്ത്രിക്കുന്നവർ എന്നിവർ ഉൾപ്പെടുന്ന ആയിരങ്ങളടങ്ങിയ ഒരു വർക്ക് ഫോഴ്സ് ഇതിന്റെ നിർമ്മാണത്തിനായി പ്രയത്നിച്ചു. ആനകളും കാളകളും അന്ന് കല്ല് കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അണകൾ കെട്ടി നദികളെ നിയന്ത്രിച്ച് മനുഷ്യ പുരോഗതിക്ക് മുതൽക്കൂട്ടാക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് സഹസ്രാബ്ദങ്ങളോളം പഴക്കമുണ്ട്. പഴയ കാലങ്ങളിലെ നിർമ്മാണ ശൈലി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആധുനിക വാസ്തുവിദ്യ പോലും എല്ലാം നമ്പരന്നു പോകും. ദീർഘകാലം കേടുപാടുകളൊന്നുമില്ലാതെ നിൽക്കുന്നത് തന്നെ നിർമ്മാണ ശൈലിയിലെ വൈദഗ്ധ്യം തെളിയിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഈ അണക്കെട്ടിന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണക്കെട്ടുകളിൽ ഒന്നായ കല്ലണൈ ഡാമിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. തെക്കേ ഇന്ത്യയിലെ പ്രഗത്ഭരായ പല ചോള രാജാക്കന്മാരും നിയന്ത്രിതമായ നദീജലത്തിന്റെ ഉപയോഗത്തിലൂടെ കാർഷിക മെച്ചവും അതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു. ഇന്നത്തതുപോലെ അന്നും തമിഴകം ജലസമൃദ്ധമായിരുന്നില്ല. കാവേരി നദി മാത്രമാണ് ചോള രാജ്യത്തു കൂടി ഒഴുകിയിരുന്ന ജലസമൃദ്ധമായ നദി. മറ്റ് ചെറുനദികളെല്ലാം പ്രായോഗികമായി മഴക്കാലത്ത് മാത്രം ജലമൊഴുക്കിയിരുന്ന നീർച്ചാലുകൾ ആയിരുന്നു. അതിവിശാലമായ ഈ അണക്കെട്ടും ഇതിൻ്റെ പരിസരവുമെല്ലാം അതിമനോഹര കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം വളരെ ആസ്വാദ്യകരമായ കാഴ്ചകളാണ്. ഇവിടെ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ അണക്കെട്ടിൻ്റെ അങ്ങേയറ്റം വരെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ. 2000 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരു അത്ഭുതമായി നിലകൊള്ളുന്ന ഈ കല്ലണൈ ഡാമിന്റെ കാഴ്ചകളും ചരിത്രങ്ങളും നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളുമായി എത്തുന്നവരെ ഗുഡ് ബൈ.